21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ അവിശ്വസനീയമായ വേഗതയിൽ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയും പ്രവാസികളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി പ്രവാസി ഭാരതീയ ദിവസ് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് മാത്രമല്ല, ജനാധിപത്യം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. वह भूतपूर्व है। सिर्फ 10 साल में भारत ने अपने यहां 25 करोड़ लोगों को गरीबी से बाहर निकाला है। सिर्फ 10 सालों में भारत दुनिया की 10th लार्जेस्ट इकोनॉमी से ऊपर उठकर 5th लार्जेस्ट इकोनॉमी बन गया है. ഇന്നത്തെ ഇന്ത്യ സ്വന്തം നിലപാട് ദൃഢമായി ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം ആഗോള ദക്ഷിണ പ്രദേശത്തിന്റെ ശബ്ദമായി മാറി. ലോകത്തിന്റെ ആവശ്യം നിറവേറ്റാനുള്ള വിദഗ്ധ പ്രതിഭകളുടെ കഴിവ് ഇന്ത്യയ്ക്കുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ ഉദ്ഘാടന വേദിയിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചേർന്ന് സ്വീകരിച്ചു. ഡൽഹിയിലെ നിസാമുദ്ദീനിൽ നിന്നുള്ള പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. बहुत बहुत धन्यवाद. 18वां प्रवासी പരിപാടിയുടെ ഭാഗമായുള്ള കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഭാരതത്തിനായി പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഗോള കാലഘട്ടത്തിൽ ഓരോ വർഷം കഴിയുന്തോറും പ്രവാസികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒഡീഷയിൽ നടക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, വിനോദസഞ്ചാരം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി എല്ലാ മേഖലകളിലും പ്രവാസികളുടെ ഇടപെടലുകൾ വിലമതിക്കാനാവാത്തതാണ്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ജനകേന്ദ്രീകൃതമായ മാറ്റങ്ങൾ പ്രവാസികൾക്കും പ്രയോജനം ചെയ്യുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. In the last decade, we have seen the simplification of passport issues and renewal as well as ease of attestations. Consular services, all of you have seen, have improved. Welfare measures have increased. Grievance platforms